Dear friends, warm welcome to my 8th standard English class. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ലെസന്റെ പേര് The Boy Who Drew Cats. Look at the picture. A boy is drawing some pictures. ഡ്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഡ്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ പല മീനിങ് ഉണ്ട്. ഇവിടെ അർത്ഥം വരയ്ക്കുക എന്നാണ്. വരയ്ക്കുക, ഡ്രോയിങ് ബുക്ക് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ലെസണിലേക്ക് പോവാം. നിങ്ങൾ കുറച്ച് ഭാഗങ്ങളായിട്ട് വീഡിയോ കണ്ടാൽ മതി. ഞാൻ ഒന്നിച്ച് സൗകര്യത്തിന് കഥ വായിച്ച് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ്. മിസ്റ്റീരിയസ് പിക്ചറിൽ നമ്മൾ ടിൽ എന്ന് പറയുന്ന പെയിൻറ്ററുടെ ഒരു ജീനിയസ് പെയിൻറ്റർ, അദ്ദേഹത്തെക്കുറിച്ചാണ്, ഒരു ട്രിക്കി പെയിൻറ്റർ ടു, അദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇപ്പം ദിസ് ഈസ് another story of an artist, a small boy. നോക്കൂ, ആരാണ് ഈ കഥ എഴുതിയിട്ടുള്ളത്? ഹസിഗവ താക്കിജേറോ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് എഴുത്തുകാരനാണ് ഈ കഥ എഴുതിയിട്ടുള്ളത്. നല്ല രസകരമായിട്ടുള്ളൊരു സ്റ്റോറിയാണത്. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കഥയിലേക്ക് കണ്ട് പോവാം. Long ago, in a small country village in Japan, there lived a poor farmer and his wife who were very good people. What did you understand from this passage? വളരെ കാലം മുമ്പ്, in a small village in Japan, ജപ്പാനിലൊരു ചെറു ഗ്രാമത്തിൽ, there lived a poor farmer and his wife. അവിടെ ആര് ജീവിച്ചു പോന്നിരുന്നു? പാവം കൃഷിക്കാരനും ഭാര്യയും, who were very good people, നല്ലവരായ ആളുകളായിരുന്നു. അപ്പോൾ നല്ലവരായ സന്മനസ്സുള്ള ഒരു കൃഷിക്കാരനും ഭാര്യയും വളരെ കാലങ്ങൾക്ക് മുമ്പ്, ലോങ് ടൈം അഗോ എന്ന് പറഞ്ഞാൽ വളരെ കാലങ്ങൾക്ക് മുമ്പ്, ജപ്പാനിലൊരു ചെറു ഗ്രാമത്തിൽ ജീവിച്ചു പോന്നു. They had a number of children. അവർക്ക് ഒരുപാട് കുട്ടികളുണ്ടായി. And found it very hard to feed them all. അപ്പോൾ അവർക്ക് found it hard. എന്താണ് found it hard എന്ന് പറഞ്ഞാൽ? ബുദ്ധിമുട്ടായി. To feed. എന്താ ഫീഡ് എന്ന് പറഞ്ഞാൽ? To give food. ഭക്ഷണം കൊടുക്കാൻ ബുദ്ധിമുട്ടായി. Them all because they were very poor. അവർ പാവങ്ങളായിരുന്നു. The eldest son was strong enough when only 14 years to help his father. നോക്ക്, എന്താണ് അർത്ഥം? ഏറ്റവും മൂത്ത മകൻ, the eldest son was strong enough. അവന് അത്യാവശ്യമൊക്കെ എന്താ? he was strong enough. എന്താ സ്ട്രോങ് ആവുന്ന? ശക്തനാവും. എപ്പോഴേ? എങ്ങനെ ശക്തനായി? എന്തിന് ശക്തനായി? was strong enough to help his father. അച്ഛനെ സഹായിക്കാൻ ശക്തനായി. എപ്പോഴേ? only 14 years old. 14 വയസ്സാകുമ്പോഴേക്ക് തന്നെ അവൻ അച്ഛനെ സഹായിക്കാൻ ശക്തനായി, അല്ലെങ്കിൽ പ്രാപ്തനായി. ആണ് സ്ട്രോങ് ഇനഫ് എന്ന് പറയുന്നത്. സ്ട്രോങ് ഇനഫ്. ഓക്കെ, ഇനഫ് എന്ന് എന്താ? വേണ്ടത്ര എന്നർത്ഥം. And the little girls learned to help the mother almost as soon as they could walk. പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിലോ, in the case of girls, they learned to help the mother. അമ്മയെ സഹായിക്കാൻ പഠിച്ചപ്പോഴ് as soon as, എപ്പോൾ തന്നെ they could walk. എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയത് മുതൽ പെൺകുട്ടികൾ അമ്മയെ സഹായിക്കാനും തുടങ്ങി. But the youngest child, the little boy, നമ്മുടെ ഹീറോ കഥാപാത്രം, the youngest child, നമ്മുടെ നായകൻ, a little boy, didn't seem to be fit. അവന് ഫിറ്റ് ആണെന്ന് തോന്നിയില്ല, അവൻ യോഗ്യനാണെന്ന് തോന്നിയില്ല. for hard work, കഠിന ജോലിക്കൊന്നും അവൻ പ്രാപ്തനായിരുന്നില്ല. he was not fit. he didn't seem to be fit എന്ന് പറഞ്ഞാൽ അവനെ കണ്ടാൽ യോഗ്യനാണെന്ന് കരുതുകയേ ഇല്ല. എന്തിന്? for hard work തോന്നിയില്ല. because he was very cleverer than all his brothers and sisters. പക്ഷേ അവൻ എല്ലാവരേക്കാളും ക്ലെവർ എന്ന് മാത്രമല്ല, cleverer. നോക്കൂ, താരതമ്യം ചെയ്യാനാണ് ഈ പദം ഉപയോഗിക്കുന്നത്. cleverer കഴിഞ്ഞാൽ than ഉപയോഗിക്കും. than all his brothers and sisters. but he was quite weak and small. പക്ഷെ എന്ത് ചെയ്യാം? ദുർബലനാണ്. വീക്ക് ആൻഡ് സ്മോൾ, ചെറുതുമാണ്. ആൻഡ് പീപ്പിൾ said, ആളുകൾ എന്ത് പറഞ്ഞു? he could never grow very big. ഇവൻ എന്ത് ചെയ്യില്ല എന്ന് ആളുകൾ പറഞ്ഞു. പീപ്പിൾ said he could never grow very big.
ഇതിന് വളരെ ബിഗ് ആയിട്ട് ടാളായിട്ട് സ്ട്രോങ് ആയിട്ടൊന്നും വളരില്ല. ചെറുപ്പത്തിൽ തന്നെ കണ്ടറിയാം. സോ ഹിസ് പാരൻസ് തോട്ട്, അതുകൊണ്ട് രക്ഷിതാക്കൾ എന്ത് ചിന്തിച്ചു? ഇറ്റ് വുഡ് ബി ബെറ്റർ, എന്തായിരിക്കും നന്നാവുക? ഫോർ ഹിം, അവൻ എന്താണ് നന്നാവുക? ടു ബിക്കം എ പ്രീസ്റ്റ്, ഇവന് നല്ലത് ഒരു പുരോഹിതനാവാണ്, ദാൻ ടു ബിക്കം എ ഫാമർ. കാരണം ഫാമർ ആയി കഴിഞ്ഞാൽ നന്നായിട്ട് അധ്വാനിക്കാൻ കഴിയില്ല. ഹി ഈസ് വെരി വീക്ക് ആൻഡ് സ്മാൾ. സോ ദേ ടുക്ക് ഹിം, അവനെ എങ്ങോട്ട് കൊണ്ടുപോയി? ദം ടു ദ വില്ലേജ് ടെമ്പിൾ വൺ ഡേ, ഒരു ദിവസം ഗ്രാമത്തിലെ അമ്പലത്തിലേക്ക്, ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. ആൻഡ് ആസ്ക്ഡ് ദ ഗുഡ് ഓൾഡ് പ്രീസ്റ്റ് ഹു ലിവ്ഡ് ദർ, അവിടെ ജീവിച്ചിരുന്ന നല്ലവനായിട്ടുള്ള അവിടുത്തെ പുരോഹിതനോട് ചോദിച്ചു, എന്താണ്, ആരാഞ്ഞു? ഇഫ് ഹി വുഡ് ഹാവ് ദ ലിറ്റിൽ ബോയ്, ഇഫ് ഹി വുഡ് ഹാവ്, അദ്ദേഹത്തിന് ആക്കാമോ എന്നാണ് ചോദ്യം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ, അദ്ദേഹത്തിന് എന്താണ് പറയുന്നത്, അദ്ദേഹത്തിന് കൈക്കൊള്ളാമോ? ഫോർ ആരെ? ദ ലിറ്റിൽ ബോയ്, ഫോർ ഹിസ് അക്വലേറ്റ്. അക്വലേറ്റ് എന്ന് പറഞ്ഞാൽ പുരോഹിതന്റെ, പ്രീസ്റ്റിന്റെ ഒക്കെ സഹായി, ഹെൽപ്പർ. ഇവിടെ പറയാം, മതപുരോഹിതന്മാരുടെ സഹായികൾക്കാണ് അക്വലേറ്റ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇവനെ ഒരു സഹായിയായിട്ട് ചേർക്കാമോ എന്ന് ചോദിച്ചു. ആൻഡ് ടീച്ച് ഹിം, എന്നിട്ട് അപ്പൊ അവന്റെ എന്താണ് അവന്റെ ഭാവി? ആസ് എ പ്രീസ്റ്റ് എന്നാണ് അവർ കണ്ടത്. ആൻഡ് ടീച്ച് ഹിം ഓൾ ദാറ്റ് എ പ്രീസ്റ്റ് ഓട്ട് ടു നോ. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, സർ കുഡ് യു പ്ലീസ് ടീച്ച് ഹിം, അവനെ പഠിപ്പിക്കാമോ? ഓൾ ദാറ്റ് എ പ്രീസ്റ്റ് ഓട്ട് ടു നോ. എ പ്രീസ്റ്റ് ഓട്ട് ടു നോ മീൻസ് ഷുഡ് നോ, അറിയേണ്ടതൊക്കെ പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. ദ ഓൾഡ് മാൻ സ്പോക്ക് കൈൻഡ്ലി ടു ദ ലാഡ്. ഈ ലാഡിനോട്, കുട്ടിയോട്, ഓൾഡ് മാൻ, ഹു ഈസ് ഓൾഡ് മാൻ? ദ പ്രീസ്റ്റ് ആസ്ക്ഡ്, സ്പോക്ക് സംസാരിച്ചു, സ്പീക്ക് സ്പോക്ക് സംസാരിച്ചു. ആൻഡ് ആസ്ക്ഡ് ഹിം സം ഹാർഡ് ക്വസ്റ്റ്യൻസ്, ചില കഠിനമായുള്ള ചോദ്യങ്ങളും ചോദിച്ചു. സോ ക്ലെവർ വർ ദ ആൻസേഴ്സ്, ഉത്തരങ്ങൾ അത്ര ക്ലെവറാണ്, എന്താണ്, കൗശലം നിറഞ്ഞ ബുദ്ധിയുള്ള ഉത്തരങ്ങൾ. സോ ദാറ്റ് ദ പ്രീസ്റ്റ് അഗ്രീഡ് ടു ടേക്ക് ദ ലിറ്റിൽ ഫെലോ ഇൻ ടു ദ ടെമ്പിൾ ആസ് എൻ അക്വലേറ്റ് ആയിട്ട് അവനെ എടുക്കാൻ തീരുമാനിച്ചു. ബിക്കോസ് ഹിസ് ആൻസേഴ്സ് വർ സോ ക്ലെവർ. ആൻഡ് ടു എഡ്യൂക്കേറ്റ് ഹിം ഫോർ ദ പ്രീസ്റ്റ്ഹുഡ്, അവൻ എന്ത് ചെയ്യാം? എഡ്യൂക്കേറ്റ് ചെയ്യാം. ടു ടീച്ച് ഹിം, എന്തിന്? ഫോർ ദ പ്രീസ്റ്റ്ഹുഡ്, പുരോഹിത വൃത്തിക്ക് പഠിപ്പിക്കാമെന്നും പറഞ്ഞു. എന്നാൽ ഭാവിയിൽ അവൻ എന്താക്കും? ഒരു പുരോഹിതനാക്കാന്ന് പറഞ്ഞു. The boy learned quickly what the old priest taught him. പറഞ്ഞ പോലെ തന്നെ ഈ കുട്ടി വളരെ പെട്ടെന്ന് he learned everything, പഠിച്ചെടുത്തു. What the old priest taught him. Teach, പഠിപ്പിക്കുക, taught പഠിപ്പിച്ചത് അപ്പൊ തന്നെ പഠിച്ചെടുത്തു. അപ്പൊ learned എന്ന് പറഞ്ഞാൽ പഠിച്ചു, taught ഇത് രണ്ടും നമ്മൾ മാറിപ്പോയത്, പഠിപ്പിച്ചു. And was very obedient. He was obedient. എന്താ obedient means? വളരെ അനുസരണയുള്ളതിനാണ് very obedient എന്ന് പറയാ. In most things, മിക്ക കാര്യങ്ങളിലും അനുസരണയാണ്. എന്നാൽ എന്താ ഒരു കാര്യം ഒഴിവ്? But he had one fault. Means he had one mistake. അവൻ്റെ അടുത്ത് ഒരു കുഴപ്പമുണ്ടായിരുന്നു. എന്താ അത്? തകരാറ്, കുഴപ്പമെന്നൊക്കെ അർത്ഥം. He liked to draw cats during study hours. പഠിക്കുന്ന സമയങ്ങളിലും പൂച്ചയെ വരച്ച് കളയും. നമ്മളെ ചിത്രത്തിൽ കണ്ടല്ലോ, പൂച്ചയെ വരയ്ക്കുന്ന കുട്ടി, പൂച്ചകളെ വരച്ച കുട്ടി എന്നാണ് ടൈറ്റിൽ തന്നെ. He liked to draw cats during study hours and draw cats even where cats ought not have been drawn at all. എന്താ കുഴപ്പം? പൂച്ചയെ വരച്ചു എന്നുള്ളത് മാത്രമല്ല, he drew cats. എവിടെ? even where cats ought not have been drawn at all. ഒരിക്കലും ഡ്രോ അരുതാത്ത സ്ഥലങ്ങളിൽ പോലും. എന്നാണ് പറയുന്നത്? he tried to draw cats even where cats ought not to have been. shouldn't have been at all. Okay, yes, ഈ ഓൾഡ് ഇംഗ്ലീഷിൽ ഷുഡിന് പകരം കാര്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പദമാണ് ought to എന്നുള്ളത്. ought കഴിഞ്ഞാൽ to ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ നോക്കൂ, വരയ്ക്കരുതാത്ത സ്ഥലങ്ങളിലൊക്കെ പൂച്ചയെ വരയ്ക്കുക എന്നുള്ള പണിയും അവൻ ചെയ്തു. ഇറ്റ് വാസ് ഹിസ് മിസ്റ്റേക്ക്. ഹി വാസ് വെരി ഗുഡ്. whenever he found himself alone, എപ്പോഴെല്ലാം തനിച്ച് അവന് സമയം കിട്ടിയോ, found himself, he drew cats.
കിട്ടുന്ന സമയത്തെല്ലാം പൂച്ചകളെ വരച്ചു. He drew them on the margins of priest books. പ്രീസ്റ്റ് അവന് വായിക്കാൻ കൊടുക്കുന്ന പുസ്തകമല്ലേ, അതിൻ്റെ മാർജിനിൽ പോലും വരച്ചു. ചില കുട്ടികൾ കണ്ടില്ലേ നമ്മുടെ പുസ്തകത്തിൻ്റെയൊക്കെ സൈഡിൽ വരയ്ക്കുന്നത്, അതുപോലെ സൈഡിൽ പൂച്ചകളെ വരച്ചു. ആൻഡ് ഓൺ ദ സ്ക്രീൻസ്, ബോർഡിൻ്റെ മുകളിലൊക്കെ വരച്ചു. ടെമ്പിളിൽ പലതരം ബോർഡുകൾ ഉണ്ടാവും, സ്ക്രീനുകൾ ഉണ്ടാവും, അതിൻ്റെ മുകളിലൊക്കെ വരച്ചു. ഓൺ ദ വാൾസ്, ചുമരുകളിൽ വരച്ചു. ഓൺ ദ പില്ലേഴ്സ്, എന്താണ് പില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ തൂണുകൾ ഉണ്ടാവും, കൽത്തൂണുകളൊക്കെ ഇല്ലേ, അതിൻ്റെ മുകളിൽ വരച്ചു. Several times the priest told him this was not right. നോക്കൂ, ഇത് ശരിയല്ല എന്ന് ഒരു പ്രീസ്റ്റ് പറഞ്ഞു. But he didn't stop. അവൻ നിർത്തിയതേയില്ല എന്ത് ഡ്രോയിങ് കാർഡ്സ്. ബാക്കി എന്തോ അവൻ നിർത്തും. But he couldn't help it. He drew them because, ഈ സെൻറ്റൻസ് ശ്രദ്ധിക്കാം, he drew them because അവൻ വരയ്ക്കാൻ കാരണം he could not really help it. എന്താ അങ്ങനെ പറഞ്ഞാൽ could not really help it. ഇതൊരു പ്രയോഗമാണ്. എന്താ, അവന് വരയ്ക്കാണ്ടിരിക്കാൻ കഴിഞ്ഞില്ല. ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല, നമുക്കതാവില്ല. അതിനാണ് പറയുന്നത് he could not really help it. അതായിരുന്നു കാരണം. അതിൻ്റെ കാരണം എന്താണ്? he had what is called the genius of an artist. അവനിൽ എന്തുണ്ട്? he had what is called, നമുക്ക് എന്ത് വിളിക്കാം? the genius of an artist. ഒരു കലാകാരൻ്റെ ജീനിയസ്. എന്താ ജീനിയസ് എന്നാ? പ്രതിഭാശാലിത്വം എന്ന് പറഞ്ഞാൽ അത്രയും അതിബുദ്ധി. ഒരു കലാകാരൻ്റെ ബുദ്ധി അവനിലുണ്ട്, ജന്മന ഉണ്ട്. അത് എന്താണ്? അവൻ പൊസസ് ചെയ്യുന്നുണ്ട്. അതായിരുന്നു ദാറ്റ് ഈസ് കോൾഡ് ദ ജീനിയസ് ഓഫ് എൻ ആർട്ടിസ്റ്റ്. അത് അവനിലുണ്ട്. ആൻഡ് ജസ്റ്റ് ഫോർ ദാറ്റ് റീസൺ, ആ കാരണം കൊണ്ട് തന്നെ, ബിക്കോസ് ഹി വാസ് എ ജീനിയസ് ഇൻ ഡ്രോയിങ് പിക്ചേഴ്സ്, ഹി വാസ് നോട്ട് ക്വൈറ്റ് ഫിറ്റ്. ഈവൻ ഫിറ്റ് അല്ല, സ്യൂട്ട് അല്ല ടു ബി എൻ അക്വലിറ്റ്. ഒരു അക്വലിറ്റ് അവൻ സ്യൂട്ട് അല്ല. എ ഗുഡ് അക്വലിറ്റ് ഷുഡ് സ്റ്റഡി ബുക്സ്. നല്ലൊരു പുരോഹിത വിദ്യാർത്ഥി അക്വലിറ്റ് എന്ത് ചെയ്യണം? പുസ്തകങ്ങൾ പഠിക്കണം. അല്ലാണ്ട് എങ്ങനെ? മതപഠനമാണല്ലോ, വൈദിക പഠനം എന്ന് പറയാം. അതിന് കഴിയണം. One day after he had drawn some very clever pictures of cats upon a paper screen, ഒരു ദിവസം പേപ്പർ സ്ക്രീനിൽ അവനിങ്ങനെ വരച്ചു കഴിഞ്ഞപ്പോൾ the old priest said to him severely, അദ്ദേഹം കടുപ്പിച്ച് പറഞ്ഞു, സിവിയറായിട്ട് പറഞ്ഞു, റഫായിട്ട് തന്നെ പറഞ്ഞു. എന്താ? my boy, you must go away from this temple at once. കുട്ടി, ഇനി നിനക്ക് ഇവിടെ സ്ഥാനമില്ല. യു മസ്റ്റ് ഗോ അവേ. നീ പോയേ പറ്റൂ. മസ്റ്റ് ഗോ. അപ്പൊ പിന്നെ ഒഴിയാൻ പറ്റില്ല. യു മസ്റ്റ് ഗോ അവേ. യു വിൽ നെവർ മേക്ക് എ ഗുഡ് പ്രീസ്റ്റ്. ഒരു വരം കൊടുക്കുന്ന പോലെ പറഞ്ഞു, നീ ഒരിക്കലും നല്ലൊരു പുരോഹിതനാവില്ല. ബട്ട് പെർഹാപ്സ്, പക്ഷെ നിനക്ക് എന്തുണ്ട് സാധ്യത? പെർഹാപ്സ്, ഒരു പക്ഷേ യു വിൽ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. നല്ല കലാകാരനാവും. Now let me give you a last piece of advice. ഇനി ഞാൻ നിനക്ക് അവസാനമായിട്ടുള്ളൊരു ചെറിയ ഉപദേശം നൽകാം. ലാസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ് മീൻസ് നിനക്ക് ഞാനൊരു ചെറിയ ഉപദേശം നൽകാം. എന്താണ്? ആൻഡ് ബി ഷുവർ നെവർ ഫോർഗെറ്റ് ഇറ്റ്. അത് നീ മറക്കരുത്, ഉറപ്പാക്കുക. ബി ഷുവർ, എന്തിനു വേണ്ടി? മറക്കാതിരിക്കാൻ. ഇതായിരുന്നു അഡ്വൈസ്. നിങ്ങൾ മനസ്സിൽ വയ്ക്കാം. എന്താണ്? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്. രാത്രിയിൽ തുറസായ ഇടങ്ങളിൽ തങ്ങരുത്, ഒഴിവാക്കണം. ആൻഡ് കീപ് ടു സ്മോൾ, ചെറിയ ഇടങ്ങളിലേക്ക് ചുരുങ്ങുക. അപ്പോൾ നീ രാത്രി എവിടെയെങ്കിലും പോയി കിടക്കുക ചെയ്യുമ്പോൾ എന്ത് ചെയ്യരുത്? തുറസായ വലിയ ഹാളുകളൊന്നും പോയി കിടക്കരുത്. ചെറിയ ഇടങ്ങളിൽ, ചെറിയ മുറികളിലൊക്കെ എന്ത് ചെയ്യുക? കീപ്പ് ചെയ്യുക. കീപ് ടു സ്മോൾ. The boy didn't know what the priest meant by saying. കുട്ടിക്കറിയില്ല what the priest meant by. meant by means mean ചെയ്യുക, അർത്ഥാക്കുക എന്നർത്ഥം. ഇദ്ദേഹം എന്താ അർത്ഥാക്കിയെന്ന് കുട്ടിക്ക് മനസ്സിലായില്ല. എങ്ങനെ പറയുമ്പോഴേ? by saying avoid large places, keep to small. ഇങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് അർത്ഥം കുട്ടിക്ക് മനസ്സിലായില്ല. he thought and thought. അവനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും അവൻ ചിന്തിച്ചത് തൻ്റെ ഗുരു എന്താണ് പറയുന്നതെന്നാ. എന്താ ഗുരു പറഞ്ഞത്? avoid large places, keep to small. He thought and thought while he was tying up his little bundle of clothes to go away. എപ്പോഴാ ചിന്തിച്ചുകൊണ്ടിരുന്നത്? when he was കെട്ടുകയായിരുന്നു. tying up the little bundle of clothes. അവൻ ആകെപ്പാടുള്ള കുറച്ച് വസ്ത്രങ്ങളുടെ ഒരു ബണ്ടിലുണ്ട്, എന്താ ഒരു മാറാപ്പ്. അതിങ്ങനെ മാറാപ്പ് കെട്ടിക്കൊണ്ടിരിക്കുക, വസ്ത്രങ്ങളുടെ ഭാണ്ഡം കെട്ടിക്കൊണ്ടിരിക്കുക. അവൻ ആലോചിച്ചതാണ്,
What is the meaning about larger places and keep too small? അവന് ഇനി പോയേ പറ്റൂ അല്ലേ? എന്തിനാണ് അവൻ ക്ലോത്ത്സ് എല്ലാം ബണ്ടിലാക്കുന്നതിനാ he wanted to go away because the priest asked him to go away. But he couldn't understand those words. പക്ഷെ അവൻ ആ വാക്കുകളുടെ അർത്ഥം couldn't understand, മനസ്സിലായില്ല. And he was afraid to speak to the priest anymore. He was afraid. അവന് ഭയമായിരുന്നു, ഇനി എന്താ ഗുരു പറയാന്ന് അറിയാമല്ല. So what did he do? He was afraid to speak to the priest anymore except to say goodbye. ഒന്ന് മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. Except ഒഴികെ, എന്തൊഴികെ? ഒന്നൊഴികെ മറ്റൊന്നും പറഞ്ഞില്ല. Except to say goodbye. Goodbye പറയുക ഒഴികെ മറ്റൊന്നും അവൻ പറഞ്ഞില്ല, ഗുരുവിനെ പേടിച്ചിട്ട്. He left the temple very sorrowfully. ദുഃഖത്തോടെ ക്ഷേത്രം വിട്ടുപോയി. And left, leave എന്നുള്ളതിന്റെ past tense ആണ് കേട്ടോ. Left, വിട്ടുപോയി. And began, തുടങ്ങി, to wonder, അത്ഭുതപ്പെടാൻ തുടങ്ങി. എന്താ അത്ഭുതം കൂറുന്നത്? What he should do. ഏതായാലും ഈ ക്ഷേത്രത്തിന് പുറത്തായി, ഇനി എന്ത് ചെയ്യും? If he went straight home, നേരിട്ട് വീട്ടിൽ ചെല്ലുന്നുവെങ്കിൽ he felt sure, അവന് ഉറപ്പായിരുന്നു, his father would punish him for having been disobedient to the priest. Surely he would get punishment, ശിക്ഷ കിട്ടും, പണിഷ് ചെയ്യും. എന്തിന്? Because he was disobedient. അനുസരണയില്ലാഞ്ഞിട്ടാണല്ലോ പുറത്താക്കിയത്. Disobedient, അനുസരണയില്ലാത്ത. ആരോട്? To the priest. So he was afraid to go home. അതുകൊണ്ട് വീട്ടിൽ പോകുന്ന കാര്യം അവൻ ആലോചിച്ചില്ല. Because he was afraid of his father. All at once he remembered that at the next village, അപ്പം തന്നെ അവൻ്റെ മനസ്സിലൊരു ഓർമ്മ വന്നു. He remembered. എന്താ റിമെമ്പർ ചെയ്തത്? നെക്സ്റ്റ് വില്ലേജ് 12 miles away, 12 മൈലുകൾക്ക് അപ്പുറത്ത് there was a very big temple. വലിയൊരു ക്ഷേത്രമുണ്ട്. He had heard there were several priests at the temple. ആ ടെമ്പിൾ ധാരാളം പ്രീസ്റ്റുകൾ ഉണ്ടെന്നും അവൻ കേട്ടിട്ടുണ്ട്. And വലിയ അമ്പലമാകുമ്പോൾ ധാരാളം പൂജാരിമാരുണ്ടാവും. And he made up his mind means decided, തീരുമാനിച്ചു, to go to them, അവരുടെ അടുത്തേക്ക് പോവാ, and ask them, എന്നിട്ട് അവരോട് ചോദിക്കാം, to take him, അവനെ എടുക്കണേ, for the acolyte, അവരുടെ പുരോഹിത സഹായിയായിട്ട് തന്നെ എടുക്കാൻ വേണ്ടി അവരോട് ചോദിക്കാം എന്നും വിചാരിച്ചു. Now that big temple was closed up. പക്ഷെ ഇപ്പോൾ ക്ഷേത്രം അടഞ്ഞിരിക്കുക. And the boy didn't know this fact. കുട്ടിക്ക് ഈ സത്യം അറിയില്ല. The reason it had been closed up, അത് closed up ആയതിന്റെ കാരണം എന്തായിരുന്നു? That a goblin had frightened the priest away. അവിടുത്തെ പ്രീസിനെ എല്ലാം ഒരു ഗോബ്ലിൻ, ഒരു പിശാച്, goblin, a monstrous, grotesque, a monstrous supernatural being. നമ്മൾ പറയും എന്താണ്? ഭൂത പിശാച് എന്നൊക്കെ പറയും. അപ്പം സൂപ്പർ നാച്ചുറൽ ആണ്, അമാനുഷികമായുള്ള സിദ്ധികളുള്ള പിശാച് വർഗത്തിൽപ്പെടുന്ന ഒരു സാധനം, എ ഗോബ്ലിൻ. ഒരു ഗോബ്ലിൻ ആ ക്ഷേത്രം പിടിച്ചിറക്കി പ്രീസ്റ്റുകളെല്ലാം ഓടിച്ചു. ആൻഡ് ടേക്കൺ പൊസഷൻ ഓഫ് ദ പ്ലേസ്. അവന്റെ കയ്യിലാണ് ഇപ്പം അത്. ടേക്കൺ പൊസഷൻ എന്ന് പറഞ്ഞാൽ, പൊസസ് എന്ന് പറഞ്ഞാൽ കൈവശപ്പെടുത്തുക. ആ വലിയ അമ്പലം ആരുടെ കയ്യിലാണ്? അണ്ടർ ദ കസ്റ്റഡി ഓഫ് എ ഗോബ്ലിൻ. അപ്പോഴോ some brave warriors had afterward gone to the temple that night to kill the goblin. പക്ഷേ ഗോബ്ലിൻ അമ്പലം കീഴ്പ്പെടുത്തി പറഞ്ഞിട്ട് രാജാവിന്റെ warriors means fighters, soldiers, had afterward gone to the temple. എന്തിന്? To kill the goblin. But they had never been seen alive again. They had never been seen. അവരെ പിന്നെ കണ്ടിട്ടേ ഇല്ല. had seen, seen. അവർ പിന്നെ കാണപ്പെട്ടതേ ഇല്ല. എങ്ങനെ? ലൈഫ്, ജീവനോടെ. അപ്പൊ എന്ത് ചെയ്തു? The goblin had killed them. Nobody had ever told these things to the boy. Nobody, ഒരാളും had ever told, ഒരിക്കലും പറഞ്ഞിരുന്നില്ല these things to the boy. ഇത് നമ്മുടെ കുട്ടിയോട് ആരും പറഞ്ഞിരുന്നില്ല ഇപ്പോൾ ആ അമ്പലത്തിൽ ഗോബ്ലിൻ ഉണ്ട് എന്നുള്ള കാര്യം. So he walked all the way to the village. അവൻ ഗ്രാമത്തിലേക്ക് നടന്നു, hoping to be
kindly treated by the priest. ഈ priest പുരോഹിതന്മാര് തന്നെ കൈൻഡായിട്ട് ട്രീറ്റ് ചെയ്യും. അവരാൽ കാരുണ്യത്തോടെ ട്രീറ്റ് ചെയ്യപ്പെടും. എന്താ ട്രീറ്റ് ചെയ്യുക? അവര് പരിപാലിക്കും, നോക്കുമെന്ന, പരിഗണിക്കുമെന്ന വിചാരത്തോടെ അവൻ ചെന്നു. When he got to the village, it was already dark. ഗ്രാമത്തിലെത്തിയപ്പോൾ ഇരുണ്ട് തുടങ്ങിയിരുന്നു. അപ്പോൾ സന്ധ്യയായി കഴിഞ്ഞു. All the people were in bed. എല്ലാവരും എന്തായി? ഉറങ്ങാൻ പോയിരിക്കുന്നപ്പോൾ രാത്രി വളരെ വൈകിയിരിക്കുന്നു. But he saw the big temple on the hill at the other end of the principal street. എങ്കിലും അവൻ ആ വലിയ അമ്പലം കണ്ടവിടെ, മുഖ്യമായിട്ടുള്ള തെരുവിൻ്റെ, മുഖ്യമായിട്ടുള്ള പാതയുടെ ഒരറ്റത്ത്. പ്രിൻസിപ്പൽ സ്ട്രീറ്റ്, ധാരാളം സ്ട്രീറ്റുകളുണ്ടാവും, അതിൽ മുഖ്യമായിട്ടുള്ള തെരുവ്, വലിയൊരു തെരുവിൻ്റെ അങ്ങേ അറ്റത്ത് വലിയൊരു ക്ഷേത്രം കണ്ടു. ആൻഡ് he saw there was a light in the temple. അമ്പലത്തിൽ എന്താണ്? വെളിച്ചമുണ്ട്. People who tell the story say, people who tell the story, കഥ പറയുന്ന ആളുകൾ, മുത്തശ്ശിമാരൊക്കെ വലിയ പ്രായമുള്ള ആളുകളൊക്കെ പറയത്രേ. എന്താ? say the goblin. ഈ ഗോബ്ലിൻ എന്ത് ചെയ്യത്രേ? People who tell the story say the goblin used to make, goblin എന്ത് ചെയ്യാറുണ്ട്? make that light. ഈ ലൈക്ക് ഉപയോഗിക്കാറുണ്ട് അത്ര. എന്തിന്? in order, വേണ്ടിയിട്ട്, to tempt, ആകർഷിക്കുക. lonely travelers, ഏകാന്ത പഥികന്മാരിലെ യാത്രക്കാർ, ഒറ്റയ്ക്ക് പോകുന്ന, തനിച്ചു പോകുന്ന യാത്രക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വിളക്ക് എത്തിക്കുക. What the travelers would ask? They would ask for shelter. അവരൊരു വെളിച്ചം കണ്ടാൽ ഒറ്റയ്ക്ക് തിരിഞ്ഞു വരുന്ന ആളുകൾ അമ്പലം കണ്ട അവിടെ കയറുമല്ലോ. അപ്പോൾ അവിടെ ഒരു ഷെൽട്ടറിന് അഭയമായിട്ട് കയറും. ഇതിന് വേണ്ടിയിട്ട് ഗോബ്ലിൻ കത്തിച്ചു വെക്കുന്നതാണെന്ന് ആര് പറയും? സ്റ്റോറി ടെല്ലേഴ്സ്, കഥ പറയുന്ന ആളുകൾ പറയാറുണ്ട്. The boy went at once to the temple and knocked. അവൻ നേരിട്ട് അമ്പലത്തിലേക്ക് കയറിയിട്ട് ഡോറിൽ മുട്ടി. There was no sound inside. അകത്തുനിന്ന് ഒരു വെളിച്ചൂല. He knocked and knocked again. പിന്നെയും തുരുതുരാ മുട്ടി. knocked and knocked എന്ന് പറഞ്ഞാൽ എന്താ? മുട്ടിക്കൊണ്ടേയിരുന്നു. But still nobody came. ആരും വന്നില്ല. Still nobody came. ആരും, ഒരുവനും വന്നില്ല. At last he pushed gently at the door. പിന്നെ അവൻ എന്ത് ചെയ്തോ? അവൻ ഒന്ന് പതുക്കെ തള്ളി തുറന്നു. gently, പതുക്കെ തുറന്നു. And was quite glad. അവന് സന്തോഷമായി. quite glad, happy, glad എന്ന് പറഞ്ഞാൽ happy. He was pleased to find. എന്താ കാരണം? He found that it hadn't been fastened. അത് എന്ത് ചെയ്തിട്ടില്ല? It hadn't been locked down. അത് ലോക്ക് ചെയ്യപ്പെട്ടിട്ടില്ല. എന്താണ്? സാക്ഷി ഇടുക, കുറ്റിയിടുക, മുറുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിനാണ് fastened എന്ന് പറയുക. fasten എന്ന് പറഞ്ഞാൽ കെട്ടുക. It hadn't been fastened. So he went in. അകത്ത് ചെന്ന് and saw a lamp burning but no priest. അവിടെ എന്താ കണ്ടത്? a lamp burning. കത്തുന്നൊരു വിളക്ക് കണ്ടു. പ്രീസ്റ്റുമാരാരെയും കണ്ടില്ല. He thought some priest would be sure to come very soon. അവൻ വിചാരിച്ചു ആരെങ്കിലും ഉടനെ വരും. some priest. And he sat down and waited. What did he do? Sat down and waited. അവിടെ കാത്തിരുന്നു. He noticed, ശ്രദ്ധിച്ചു, that everything in the temple was grey with dust. എല്ലാം ഡസ്റ്റ് കൊണ്ട് ഗ്രേ ആണ്, നരച്ച് പൊടി പിടിച്ച് കിടക്കുന്നു. ഗ്രേ നരച്ച് കാണാണ്, ഒന്നും ലൈവ് അല്ല, പഴക്കം തോന്നും. ഗ്രേ ആണ്, നരച്ചിരിക്കുന്നു. വിത്ത് ഡസ്റ്റ്, പൊടി കൊണ്ട്. and thickly spun over with cobwebs. then എല്ലായിടവും thickly, എന്താ, കട്ടി പിടിച്ച്, സ്പിൻ ചെയ്യുക. സ്പണ്ണി എന്ന് പറഞ്ഞാൽ എന്താ? സ്പൺ എന്ന് പറഞ്ഞാൽ വി ഓവൺ എന്നർത്ഥം. ഇങ്ങനെ എന്തുകൊണ്ടാണ് ഓവൺ ചെയ്തിരിക്കുന്നത്? വിത്ത് കോവബ്സ്. നമുക്ക് മാറാല എന്ന് പറയും, സ്പൈഡർ വെബ്സ്. 8 കാലി വല പൊടി പിടിച്ച് കിടന്നാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അതുകൊണ്ട് 8 കാലി വല അല്ലെങ്കിൽ മാറാല എന്ന് പറയും. മാറാല കൊണ്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? എല്ലായിടവും സ്പിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്, മാറാല കൊണ്ട് കെട്ടിയിട്ടുണ്ട് എന്നർത്ഥം. അതിനാണ് സ്പൺ ഓവർ വിത്ത് കോവബ്സ് എന്ന് പറയുന്നത്. എല്ലാ സ്ഥലവും അതും തിക്കായിട്ട്. So he thought to himself that the priest would certainly like to have an acolyte. അവന് സന്തോഷം തോന്നി, കാരണം മാറാല കെട്ടേണ്ട ഒരാൾ വേണമല്ലോ. So priest would certainly like to have an acolyte
to keep the place clean. ഈ ഇടം ക്ലീൻ ആക്കാനായിട്ട് they surely need his help. He wondered why they had allowed everything to get so dusty. അത്ഭുതപ്പെട്ടു. ക്ഷേത്രമാകുമ്പോൾ എങ്ങനെ ഉണ്ടാവില്ലല്ലോ, it should be kept clean. Why they had allowed, ഇവർ എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ അലൗ ചെയ്തിരിക്കുന്നത്? Everything to get so dusty, എല്ലാം പൊടി പിടിച്ച് കിടക്കാൻ അനുവദിച്ചെന്തിനാ? അനുവദിക്കുക, allowed. What most pleased him, എന്താ അവന് ഇഷ്ടമായിരുന്നു അറിയോ? However, were some big white screens. അവന് ഇതിനേക്കാളൊക്കെ ഇഷ്ടമായത് there were some big white screens. പോരെ, നല്ല വെളുത്ത് കിടക്കുന്ന ബോർഡുകളുണ്ട്. Good to paint cats upon. നല്ലോണം വരയ്ക്കാൻ പൂച്ചകളെ. അവന്റെ ഇൻസ്റ്റിങ്ക്റ്റ്, ജന്മവാസന അതാണല്ലോ. Though he was tired, ക്ഷീണിതനായിരുന്നെങ്കിലും he looked at once for a writing box. അവനൊരു എഴുത്തുപകരണങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഒരു പെട്ടി തിരയാൻ തുടങ്ങി. അത് ഇങ്ങനത്തെ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടായിരിക്കണം. And found one, കണ്ടുവന്ന്. And ground some ink, അല്പം മഷി ഗ്രൗണ്ട് ചെയ്തു. മഷി കലക്കി എന്ന് പറയാം, മഷി ചേർത്തു എന്ന് പറയാം. And began to paint the cats. പിന്നെ അവൻ പഠിച്ച പണിയാണ് began to paint cats. He painted a great many cats upon the screens. ഒരുപാട് എണ്ണത്തെ വരച്ചു. കാരണം ഇഷ്ടംമാതിരി സമയമുണ്ട്, ആരും വരുന്നില്ല. Then he began to feel very, very sleepy. നല്ല ഉറക്കം തോന്നി കുറെ കഴിഞ്ഞപ്പോൾ. He was just on the point of lying down to sleep beside. So he was just on the point. അവൻ അതിൻ്റെ അടുത്തിടം വരെ എത്തി. lying down to sleep, ഉറങ്ങാൻ കിടക്കാൻ, ഉറങ്ങുന്നിടം വരെ എത്തി. എന്തിന്? to sleep beside one of the screens. ഈ വലിയ അവൻ വരച്ച പൂച്ചകൾ വരച്ച സ്ക്രീനിൻ്റെ അടുത്ത് തന്നെ കിടക്കാൻ വിചാരിച്ചു. when he suddenly remembered the words, അപ്പോഴാണ് അവൻ ആ വാക്കുകൾ ഓർത്തത്. avoid large places, keep to small. വലിയ ഇടങ്ങൾ ഒഴിവാക്കുക, ചെറിയ ഇടങ്ങളിലേക്ക് പോവുക. The temple was very large. He was all alone. വലിയ ക്ഷേത്രമാണ്, അവൻ തനിച്ചാണ്. alone, nobody was there. And as he thought of these words, ഈ വാക്കുകൾ ഓർത്തപ്പോൾ though he couldn't quite understand them, മീനിങ് ഒന്നും അവന് മനസ്സിലായില്ലെങ്കിലും he couldn't quite understand, ശരിക്കും മനസ്സിലായില്ലെങ്കിലും he began to feel for the first time, ആദ്യമായിട്ട് he began to feel a little afraid, അല്പം ഭയം തോന്നി അവന്. And he resolved to look for a small place in which to sleep. He resolved എന്നാണ് തീരുമാനിച്ചു. To look for a small place in which to sleep. ഉറങ്ങാൻ ഒരു ചെറിയ ഇടം കണ്ടെത്താൻ അവൻ ശ്രമിച്ചു. അത്രയും ടയേർഡാണ്. ഹി ഫൗണ്ട് എ ലിറ്റിൽ ക്യാബിനറ്റ്. ഒരു ചെറിയ മരം കൊണ്ടുള്ള ഒരു ഫർണിച്ചർ, അല്ലേ, ഒരു വലിപ്പൊക്കെ ഉണ്ടാവുന്ന ഒരു ചെറിയ ക്യാബിനറ്റ് ബോക്സ് അവൻ കണ്ടു. വിത്ത് എ സ്ലൈഡിങ് ഡോർ, അതിന് വലിച്ച് തുറക്കുക അടയ്ക്കുകയും ചെയ്യാവുന്ന ഒരു സ്ലൈഡിങ്, അതിനാണ് സ്ലൈഡ് ചെയ്യുന്നത്. നമുക്ക് നിരക്കാവുന്ന ഒരു ഡോർ ഉണ്ട്, സ്ലൈഡ് ചെയ്യാവുന്ന. ആൻഡ് വെന്റ് ഇൻടു ഇറ്റ്, അകത്ത് കയറി നിരക്കാലോ. ആൻഡ് ഷട്ട് ഹിംസെൽഫ് അപ്പ്, ഉള്ളിൽ നിന്ന് അടച്ചു. Then he lay down and fell fast asleep. പിന്നെ lay down, lie down എന്നുള്ള past tense ആണ്. lay down and fell fast asleep. ഒന്നും ഭക്ഷണമൊന്നും കഴിച്ചില്ല, ക്ഷീണമുണ്ട്, കുറെ നടന്നാണ്. So he fell asleep, ഉറക്കത്തിലേക്ക് വീണു എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഫാസ്റ്റ് ആയിട്ട് slept. Very late in that night, ആ രാത്രിയിൽ വളരെ വൈകിയിരിക്കണം എന്ന് പറഞ്ഞാൽ പാതിരിയൊക്കെ കഴിഞ്ഞപ്പോഴേ he was awakened by a most terrible noise. He was awakened. He woke up, ഉണർന്നുപോയി. awakened, ഉണർത്തപ്പെട്ടു. by a most terrible noise, ഈ ഒരു ഭീകരമായുള്ള ശബ്ദം. a noise of fighting and screaming. ഫൈറ്റിങ്ങിന്റെ ശബ്ദം, സ്ക്രീമിങ്ങിന്റെ ശബ്ദം. ആരൊക്കെയോ തമ്മിൽ എന്തൊക്കെയോ ബഹളം നടക്കുന്നു, കലഹം നടക്കുന്നു, യുദ്ധം നടക്കുന്നു, അലർച്ചയുണ്ട്. ഇറ്റ് വാസ് സോ ഡ്രെഡ്ഫുൾ, അത് അത്യധികം അപകടകരമായിരുന്നു. ഡേഞ്ചറസ്, ഡ്രെഡ്ഫുൾ അല്ലെങ്കിൽ ഫിയർഫുൾ, പേടിപ്പിക്കുന്നതായിരുന്നു. ദാറ്റ് ഹി വാസ് അഫ്രൈഡ് ഈവൻ ടു ലുക്ക് ത്രൂ എ ചിങ്ക് ഓഫ് ദ ലിറ്റിൽ ക്യാബിനറ്റ്. ക്യാബിനറ്റിന് ഒരു ലിറ്റിൽ ചിങ്ക് ഉണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ട്, ചെറിയൊരു വിടവുണ്ട്. അതിൽ കൂടെ അവന് വേണമെങ്കിൽ he could look through, but he was afraid even to look through a chink of the little cabinet. ആ കുഞ്ഞു ക്യാബിനറ്റിന്റെ വിടവിലൂടെ നോക്കാൻ പോലും അവന് പേടിയായി. he lay very still, അവൻ അനങ്ങാതെ, സ്റ്റില്ലായിട്ട് അനങ്ങാതെ കിടന്നു. holding his breath for fright, ശ്വാസം പിടിക്കാൻ. holding breath,
എന്നാ ബ്രീത് ചെയ്യാൻ മടിച്ചു. ഫോർ ഫ്രൈറ്റ്, പേടിച്ചിട്ട്. ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഫിയർ, ഭയം കൊണ്ട് ശ്വാസം പോലും വിടാൻ ബുദ്ധിമുട്ടായി. Then the light that had been in the temple went out. പെട്ടെന്നതാ went out the light, വിളക്ക് അണഞ്ഞു. But the awful sounds continued. എന്നാൽ ഭയങ്കരമായുള്ള ശബ്ദങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. And became more awful, കൂടുതൽ ഭയാനകമായി. awful, awful, AWE, awful, awful. awful എന്ന് പറയുന്നത് ഭയം ജനിപ്പിക്കുന്നത്. AWFUL. awful means അതിഭയാനകമായുള്ള ശബ്ദം. All the temple shook. അമ്പലം, ക്ഷേത്രം മൊത്തത്തിൽ എന്ത് ചെയ്യാണ്? വിറകൊള്ളാണ്, ഷെയ്ക്ക് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ എ ലോങ് ടൈം സൈലൻസ് കെയിം. കുറേ കഴിഞ്ഞപ്പോൾ എന്തിനോ ഒരു അവസാനം ഉണ്ടാവുമല്ലോ, നിശബ്ദത വന്നു. അപ്പോഴോ ബട്ട് ദ ബോയ് വാസ് സ്റ്റിൽ അഫ്രൈഡ് ടു മൂവ്. ഇപ്പോഴും കുട്ടിക്ക് പേടിയായി. He didn't move until the light of morning sun shone into the cabinet through the chinks of the little door. അവൻ അനങ്ങിയില്ല. He didn't move until ഏതുവരെ എന്നറിയോ? ഏതുവരെ? The light of morning sun, പ്രഭാത സൂര്യന്റെ വെളിച്ചം, ഷോൺ തിളങ്ങുന്നത് വരെ. എവിടേക്ക്? into the cabinet, ക്യാബിനറ്റിലേക്ക് പ്രഭാത സൂര്യന്റെ വെളിച്ചം എത്തുന്നവരെ. ഏതിൽ കൂടെ? through the chinks of the little door, ലിറ്റിൽ ഡോറിന്റെ ചിങ്സിലൂടെ, ഗ്യാപ്പിലൂടെ വെളിച്ചെത്തുന്നവരെ അവൻ പുറത്ത് അനങ്ങിയില്ല. Then he got out of the hiding place very cautiously. അവൻ കോഷ്യസ് ആയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം എല്ലാം കാണാൻ തുടങ്ങി, നല്ല വെളിച്ചായി. ഹൈഡിങ് പ്ലേസ് നിന്ന്, വെർ ഇസ് ഹൈഡിങ് പ്ലേസ്? ഇൻ ദ ക്യാബിനറ്റ്. അവിടുന്ന് കോഷ്യസ് ആയിട്ട് ശ്രദ്ധിച്ച് പുറത്തിറങ്ങി. ആൻഡ് ലുക്ക്ഡ് അബൌട്ട്, എന്നിട്ട് ചുറ്റും നോക്കി. ദ ഫസ്റ്റ് തിങ് ആദ്യമായിട്ട് ഹി സോ വാസ് ദാറ്റ് ഓൾ ദ ഫ്ലോർ ഓഫ് ദ ടെമ്പിൾ വാസ് കവേർഡ് വിത്ത് ബ്ലഡ്. ഓ മൈ ഗാഡ്! എന്താണ്? ദ ഫ്ലോർ ഓഫ് ദ ടെമ്പിൾ, ടെമ്പിളിന്റെ തറ മുഴുവൻ കവേർഡ്, മറയ്ക്കപ്പെട്ടിരിക്കുന്നു. വിത്ത് ബ്ലഡ്, രക്തം കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. തറ മുഴുവൻ രക്തമാണ്. ആൻഡ് ദെൻ ഹി സോ, പിന്നെ അവൻ കണ്ടതോ, ലൈയിങ് ഡെഡ്, ചത്ത് കിടക്കുന്നു. ഇൻ ദ മിഡിൽ ഓഫ് ഇറ്റ്, ഇൻ ദ മിഡിൽ ഓഫ് വാട്ട്? ബ്ലഡ്. തറയില് രക്തത്തിൽ ചത്ത് കിടക്കുന്നു. ആൻഡ് ഇനോർമസ്, ഒരു പെരുത്ത, ഇനോർമസ് മീൻസ് വെരി വെരി ലാർജ്, മോൺസ്ട്രസ്, ഭീകരരൂപം, പേടിപ്പിക്കുന്ന. റാറ്റ്, ഒരു ഭീകരനായിട്ടുള്ള എലി. എലി എന്ന് പറഞ്ഞാൽ ചെറിയ എലിയല്ല, അതിനാണ് മോൺസ്ട്രസ് എന്ന് പറയുന്നത്. എ ഗോബ്ലിൻ റാറ്റ്, എലിയുടെ രൂപത്തിലുള്ള പിശാച്, ഗോബ്ലിൻ റാറ്റ്. ബിഗർ ദൻ എ കൗ, ഒരു പശുവിനേക്കാളും വലുപ്പമുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക, ചെറിയ എലിയല്ല, വലിയൊരു പശുവിന്റെ വലുപ്പമുള്ള ഒരു മോൺസ്ട്രസ്, രാക്ഷസീയ സ്വഭാവമുള്ള മോൺസ്ട്രസ്, അത്യന്തം നമ്മളെ പേടിപ്പിക്കുന്ന ഭയാനകമായുള്ള ഒരു മോൺസ്റ്ററുടെ സ്വഭാവമുള്ള പൈശാചികതയുള്ള ഒരു എലി ചത്ത് കിടക്കുന്നു. എവിടെ? ഇൻ ദ ബ്ലഡ്, ഓൺ ദ ഫ്ലോർ. ബട്ട് ഹൂ ഓർ വാട്ട് കുഡ് ഹാവ് കിൽഡ് ഇറ്റ്? അപ്പോൾ ഡിസിഗൻ ചോദ്യമാണ് നിങ്ങൾക്കും എല്ലാവർക്കും, കുട്ടിയുടെ മനസ്സിൽ ഉണ്ടായത്. എന്താണ്? ഹൂ ഓർ വാട്ട് കുഡ് ഹാവ് കിൽഡ് ഇറ്റ്? ഇത്രയും മോൺസ്ട്രസ് ആയിട്ടുള്ള റാറ്റിനെ ആര് കൊന്നു? വാട്ട് കുഡ് ഹാവ് കിൽഡ് ഇറ്റ്? അതിനെ ആര് കൊന്നിട്ടുണ്ടായിരിക്കണം? ആർക്ക് അതിനെ കൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ചോദ്യം. There was no man or other creature to be seen. മനുഷ്യനെയോ മറ്റ് ജീവിയെയോ ഒന്നിനെയും കാണുന്നില്ല. Suddenly, പെട്ടെന്നത് the boy observed that the mouth of all cats he had drawn night before were red and wet with blood. പിന്നെ അതാ നോക്കൂ. Suddenly the boy observed, പെട്ടെന്ന് കുട്ടി ഒബ്സർവ് ചെയ്തു, noticed that the mouths of all the cats, അവൻ വരച്ച എല്ലാ പൂച്ചകളുടെയും ചുണ്ട് അല്ലെങ്കിൽ വായ് ഭാഗം നോക്കി. ഏതിന്റെ? he had drawn the night before, തലേന്ന് രാത്രി അവൻ വരച്ച പൂച്ചകളുടെ വായൊക്കെ നോക്കിയപ്പോൾ were red, ചുവന്ന് കിടക്കുന്നു. ആൻഡ് വെറ്റ്, നനഞ്ഞിട്ടുണ്ട്. വിത്ത് ബ്ലഡ്. നോക്കൂ, താൻ വരച്ച ചിത്രങ്ങളിലെ പൂച്ചകളുടെ ചുണ്ടിലെല്ലാം എന്തിരിക്കുന്നു? മൗത്തിലെല്ലാം എന്താ ഉള്ളത്? റെഡ് ആൻഡ് വെറ്റ്. വെറ്റ് മീൻസ് എന്താ? വെറ്റ് എന്ന് പറഞ്ഞാല് വാട്ടറിങ്, നനവുള്ള. വാട്ടറിങ് വിത്ത് ബ്ലഡ്. Then he knew, അപ്പോൾ പിന്നെ കാര്യം മനസ്സിലായി, that the goblin had been killed by the cats which he had drawn. അവൻ ആദ്യമായിട്ട് ജീവിതത്തിൽ അത്യധികമായ സന്തോഷം തോന്നിയുള്ള ഒരു നിമിഷമാണ് ഈ സെൻറ്റൻസ് സൂചിപ്പിക്കുന്നത്. എന്താണ്?
Then he knew. He knew. No അറിയുക. Knew അറിഞ്ഞു. The goblin had been killed. നോക്കൂ, goblin കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. The goblin had been killed by the cats. അപ്പൊ ആര് ഗോബ്ലിനെ കൊന്നു? The cats killed the goblin. The cats had killed the goblin. Which cats? The cats which he had drawn. അവൻ വരച്ച പൂച്ചകൾ ആ ഗോബ്ലിന്റെ അന്തകനായി എന്നർത്ഥം. And then also ഒന്നുകൂടെ മനസ്സിലാക്കി. That for the first time he understood. അവൻ ആദ്യമായിട്ട് മനസ്സിലായി. Why the wise old priest had said to him, avoid large places at night, keep it small. എന്തുകൊണ്ടാണ് why the wise old priest, വയോധികനായ ബുദ്ധിമാനായ വൈസ് ആയിട്ടുള്ള പ്രീസ്റ്റ് തന്നോട് ഇങ്ങനെ പറഞ്ഞത്? എങ്ങനെ പറഞ്ഞു? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്. നീ രാത്രിയിൽ വലിയ ഇടങ്ങളിൽ തങ്ങരുത്. കീപ് ഇറ്റ് സ്മോൾ. ചെറിയ ഇടങ്ങളിലേക്ക് പോകണം. അതിൻ്റെ അർത്ഥം മനസ്സിലായി. ആഫ്റ്റർവേർഡ്സ് ദ ബോയ് became a very famous artist. പിന്നീട് അങ്ങോട്ട് അവന്റെ വളർച്ചയാണ്. കാരണം അവൻ എല്ലാവിധ പ്രോത്സാഹനങ്ങളും കിട്ടി കാണുമല്ലോ. രാജാവ് അവനെ റോയൽ ആർട്ടിസ്റ്റ്, റോയൽ പെയിന്റർ ആക്കിയിരിക്കണം. അങ്ങനെ പലതും നിങ്ങൾക്ക് സങ്കല്പിക്കാം. Some of the cats, ഏറ്റവും രസകരമുള്ള കാര്യം, some of the cats ആരാണ് പറയുന്നത്? ഹസികവെ ടാക്കിജിറോ പറയാണ്, എഴുത്തുകാരൻ പറയാണ്. Some of the cats which drew, ഇവൻ വരച്ച ഈ കുട്ടി വരച്ചിരുന്ന, ജീനിയസ് ആയിട്ടുള്ള ഈ കുട്ടി വരച്ചിരുന്ന some pictures are still shown. ഇന്നും കാണിക്കുന്നുണ്ടത്രേ. shown to travelers in Japan. നിങ്ങൾക്ക് ജപ്പാനിലേക്കൊക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ you can also see those pictures. കാരണം some of his pictures are still, ഇപ്പോഴും shown കാണിക്കപ്പെടുന്നു. ആർക്കാണ്? to tourists or travelers in Japan. അപ്പോൾ അത്രയും ഭംഗിയുള്ള പൂച്ചകളെ വരച്ചിരിക്കുന്ന കുട്ടിയുടെ കഥയാണ് നമ്മൾ പഠിച്ചത്. സൈഡ് ക്വസ്റ്റ്യൻസ് എഴുതണം. കുട്ടിയുടെ ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. വൺസ് അഗൈൻ ലുക്ക് അറ്റ് ദ പിക്ചർ. ഹായ്, ദ കാറ്റ്, the boy drew. Okay, right? So okay, once again, right, let me invite you to the picture, the boy who drew cats. ബാക്കി മറ്റൊരു രസകരമുള്ള വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. Till then, goodbye.